നമസ്കാരം. ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും ചരിത്രത്തിലാദ്യമായി മുംബൈയിലെ 3 സീറ്റുകളിൽ പരസ്പരം ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, മുംബൈ മേഖലയിൽ ആകെയുള്ളത് 6 ലോക്സഭാ സീറ്റുകളാണ്. ഇതിൽ 3 ശിവസേനയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ 2 സീറ്റുകളിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് പോരാട്ടം. അവശേഷിക്കുന്ന 1 സീറ്റിലാവട്ടെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും BJPയും തമ്മിലാവും പോര് നടക്കുക. മുംബൈ സൗത്തിൽ ഉദ്ധവ് താക്കറെയുടെ സിറ്റിംഗ് MP ആയ അരവിന്ദ് സാവന്ത് ഷിൻഡെ ശിവസേനയുടെ യാമിനി ജാദവിനെയാണ് നേരിടാൻ പോകുന്നത്. ഉത്തർ ശിവസേന നേതാവ് അനിൽ ദേശായി ആവട്ടെ മുംബൈ സൗത്ത് സെൻട്രലിൽ ഷിൻഡെ ശിവസേനയുടെ രാഹുൽ ഷെവാലയ്ക്കെതിരെ മത്സര രംഗത്തുണ്ട്. ഉത്തർ ക്യാമ്പിലെ അമോൽ കീർത്തികർ മുംബൈ നോർത്ത് വെസ്റ്റിൽ ഷിൻഡെ സേനയുടെ രവീന്ദ്ര വൈക്കറെ നേരിടുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ 13 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടമായ മെയ് 20-ാം തീയതി വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, മഹാഭാരത യുദ്ധത്തിൽ സ്വന്തം ബന്ധുജനങ്ങളോട് ഏറ്റുമുട്ടാൻ മടിച്ചു നിന്ന് അർജുനനെ ഉപദേശിക്കാൻ കൃഷ്ണൻ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് സമാനമായി ബന്ധുജനങ്ങളായ 2 ശിവസേനയും ആദ്യമായി പോരിനിറങ്ങാൻ പോവുകയാണ്. ഇരുപക്ഷത്തും ഉപദേശകരുടെ റോളിൽ നിരവധി ആളുകളുമുണ്ട്. കോൺഗ്രസും NCPയും BJPയും MNSും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. എന്തായാലും ഈ 3 സീറ്റുകളിലെ പോരാട്ടം തന്നെയായിരിക്കും ഏത് ശിവസേനയ്ക്കാണ് ഭാവി ഉണ്ടാവുക എന്നുകൂടി നിശ്ചയിക്കാൻ പോകുന്നത്. മാത്രമല്ല, മഹാരാഷ്ട്രയിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചെറിയ ചിത്രം കൂടിയായിരിക്കും ഈ 3 ലോക്സഭാ സീറ്റുകളിൽ നിന്നും ലഭിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.